നമ്മുടെ തേങ്ങയുടെ രണ്ടാം പാലും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ വാൽക്കണ്ണാടിയിലേക്ക് സ്വാഗതം. നമ്മുടെ കേരളത്തിലെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് നമ്മളിൽ 60 മുതൽ 70% വരെ സ്ത്രീകൾക്കും 50 മുതൽ 60% വരെ പുരുഷന്മാർക്കും നടുവേദന എന്ന പ്രശ്നം അനുഭവിക്കുന്നുണ്ടെന്നാണ്. അതുപോലെ തന്നെ ഇന്നത്തെ തലമുറ ഗുരുതരവും മാരകവുമായ പലവിധ ആരോഗ്യ പ്രശ്നങ്ങളിലൂടെയാണ് ജീവിതം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. കാർഷിക വൃത്തിയിലും കഠിനാധ്വാനത്തിലും അധിഷ്ഠിതമായ ഒരു തൊഴിൽ മേഖല നമുക്കുണ്ടായിരുന്നു. കുട്ടികളും പ്രായം ചെന്നവരും ശരീരത്തിന് യോജ്യമായ രീതിയിൽ പല പ്രവൃത്തികളിലും ഏർപ്പെടുമായിരുന്നു. അങ്ങനെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ ആഹാര രീതിയിൽ വന്ന മാറ്റവും അധ്വാന രീതിയിൽ വന്ന മാറ്റവുമെല്ലാം ഉദരഭാഗത്തെ പേശികളിൽ കൂടുതലായിട്ട് കൊഴുപ്പ് അടിഞ്ഞുകൂടാനുള്ള സാഹചര്യങ്ങളാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ഉണ്ടായപ്പോൾ എന്ത് പറ്റി? നമ്മുടെ നട്ടെല്ലിന് കൂടുതൽ ആയാസം ഉണ്ടാവുകയും സ്വാഭാവികമായിട്ട് നമുക്ക് നടുവേദന എന്നൊരു പ്രശ്നം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ പ്രായഭേദമന്യേ, അതായത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ഏത് സാഹചര്യത്തിലും, ഇപ്പം ഒരു വീഴ്ചയിലുണ്ടായ നടുവേദന ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രസവശേഷം ഉണ്ടായ നടുവേദന ആയിക്കോട്ടെ, ഏതൊരു നടുവേദന ആയാലും നമുക്ക് ഏതൊരു സമയത്തും ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഈ ഒരു മരുന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമാവുമെന്നുള്ളത് കൊണ്ട് ഞാനിവിടെ ഇന്ന് ഷെയർ ചെയ്യുകയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മരുന്നാണ്. അതുപോലെ തന്നെ പ്രസവശേഷം എല്ലാ സ്ത്രീകളും കഴിച്ചിരിക്കേണ്ട ഒരു മരുന്നാണിത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യണം. കാരണം നിങ്ങൾക്കിത് ആവശ്യം വന്നില്ല എന്നുണ്ടെങ്കിലും മറ്റൊരാൾക്ക് ഇത് ഏത് സാഹചര്യത്തിലും ഉപയോഗപ്പെടുത്താവുന്ന ഒരു മരുന്നായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. തീർച്ചയായിട്ടും നിങ്ങളിത് കണ്ടു നോക്കുക. വീഡിയോ അവസാനം വരെയും കാണുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 100 ഗ്രാം ശർക്കര, അത് നമ്മുടെ മധുരം അനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. പിന്നെ അരമുറി തേങ്ങ ചിരകിയത്, 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടീസ്പൂൺ നെയ്യ്. അടുത്തതായിട്ട് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കരിനൊച്ചി ഇല 200 ഗ്രാം. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ഇത് വലിയ ബുദ്ധിമുട്ടില്ലാതെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. എന്നാലും ഇത് കിട്ടാത്തവർക്കും പിന്നെ പുറത്തൊക്കെ താമസിക്കുന്നവർക്കും വേണ്ടിയിട്ട് ഇതിൻ്റെ ഡ്രൈ പൗഡർ ഓൺലൈൻ അവൈലബിൾ ആണ്. ഞാൻ അതിൻ്റെ ലിങ്കും കൂടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രിപ്പറേഷൻ്റെ ആദ്യ പടിയായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര അല്ലെങ്കിൽ കരിപ്പോട്ടി ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ ഇതേപോലെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. ഇങ്ങനെ തിളപ്പിച്ചെടുക്കുമ്പോൾ നമുക്കിത് അരിച്ച് അഴുക്കൊക്കെ ഒഴിവാക്കിയിട്ട് ചേർക്കാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ ചെറിയ തീയിൽ ഇട്ടിരുന്ന് തിളയ്ക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഇലയൊക്കെ ഒന്ന് നുള്ളി ഒരു പാത്രത്തിൽ വെച്ചിട്ട് കഴുകിയെടുക്കാൻ നോക്കാം. നമ്മുടെ ശർക്കര തിളയ്ക്കുന്ന ആ ഒരു സമയം കൊണ്ട് അമ്മ ഈ ഇലയൊക്കെ പിച്ചിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് പൊടിയൊക്കെ ഉള്ള സമയമായതുകൊണ്ട് 3-4 വെള്ളത്തിലെങ്കിലും നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം നമ്മൾ ഈ ഇല ഉപയോഗിക്കാൻ. ഇത്രയും നേരം ഈ ഇല കണ്ടപ്പോൾ അതിൻ്റെ കളറ് ശ്രദ്ധിച്ചായിരുന്നോ? ഒരു സൈഡിൽ പച്ചയും അതിൻ്റെ താഴത്തെ സൈഡിൽ ഒരു ചെറിയൊരു വയലറ്റ് പോലത്തെ ഒരു കളറുമാണ്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് അതിലൊരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നിങ്ങളുടെ മിക്സിയിൽ 1/2 ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും മതി. കാരണം നമ്മൾ എത്ര കൂടുതൽ വെള്ളം ചേർക്കുന്നോ അത്രയും കൂടുതൽ നേരം വറ്റിക്കാനും അതിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. നന്നായിട്ട് അരഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിലായിരിക്കും കിട്ടുന്നത്. ഇനി ഇതിനെ ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഇതുപോലെ അരിപ്പയിൽ തന്നെ അരിച്ചെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ഒരു കോട്ടൺ തുണിയിലോ തോർത്തിലോ ഒക്കെ കെട്ടിയിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് ജ്യൂസ് ഫുൾ എടുക്കാം. അതും അല്ലെങ്കിൽ ഇത് നല്ലതുപോലെ പേസ്റ്റായിട്ട് അരച്ചിട്ട് ഇതിങ്ങനെ തന്നെ ചേർത്തിട്ടും ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ചേർക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് കഴിക്കുമ്പോൾ ചെറിയൊരു തരിതരിപ്പ് പോലെ ഉണ്ടാവും. അപ്പോൾ എനിക്കത് ഇഷ്ടമില്ലാത്തത് കൊണ്ട് അമ്മ ഇങ്ങനെ ഫുള്ളായിട്ട് അരിച്ച് ജ്യൂസ് മാത്രമായിട്ട് എടുക്കുകയാണ്. ഇതിപ്പോൾ ഒരു വീഡിയോ എടുക്കാനുള്ള കറക്റ്റ് സീക്വൻസിൽ നീങ്ങിയ കാര്യങ്ങളൊന്നുമല്ല. ഇപ്പോൾ അമ്മയുടേതായ ഫ്ലോയിൽ അങ്ങ് ചെയ്തു പോയപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പകർത്തി വെച്ചെന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് മനസ്സിലാവാതെയോ ക്ലിയർ ആവാതെയോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. നമുക്കതെല്ലാം ക്ലിയർ ചെയ്ത് പോവാം. ഇനി നമുക്ക് ഈ ഇല അരച്ച മിക്സിയിൽ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ടതിന് ശേഷം
ഒരു അര ഗ്ലാസ് ചെറു ചൂടുവെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ അടിച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പിഴിഞ്ഞ് ഒന്നാം പാലായിട്ട് മാറ്റി വയ്ക്കാം. ഒന്നാം പാൽ എടുത്തതിന് ശേഷം ബാക്കി വരുന്ന തേങ്ങാപ്പീര വീണ്ടും നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് രണ്ടാം പാൽ തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഈ കാണുന്നത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഇലയുടെ ജ്യൂസും നമ്മുടെ തേങ്ങയുടെ രണ്ടാം പാലും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കാം. അത് ചൂടായി വരുന്ന സമയത്ത് നേരത്തെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനിയും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇരുന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരണം. നമ്മളിവിടെ കരിനൊച്ചിയില വെച്ച് ഉണ്ടാക്കാവുന്ന ഒരു ലേഹ്യത്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കരിനൊച്ചി ഇലയുടെ ഗുണങ്ങളും അതിൻ്റെ ഉപയോഗങ്ങളും ഒക്കെ പലർക്കും അറിയാവുന്നതായിരിക്കും. എന്നാലും പുതിയ തലമുറയിലെ ഇതിനെപ്പറ്റി കേട്ടുകേൾവി ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഈ കരിനൊച്ചി എന്ന് പറയുന്നത് നടുവേദന, ആർത്രൈറ്റിസ് അതായത് സന്ധിവാതം, ആമവാദം അങ്ങനെയൊക്കെ ഉള്ള അസുഖങ്ങൾക്ക് ഒരു ഒറ്റമൂലിയായിട്ടാണ് നമ്മൾ കരിനൊച്ചി ഇല ഉപയോഗിക്കുന്നത്. ഈ ഇല രണ്ട് ടൈപ്പിൽ പറയും. അതായത് കരിനൊച്ചി എന്നും വെള്ളനൊച്ചി എന്നും രണ്ട് ഇനങ്ങളായിട്ട് ഇതിനെ പറയാറുണ്ട്. നമ്മളിപ്പോൾ ഉള്ളിൽ കഴിക്കുന്ന രീതിയാണ് പറയുന്നത്. അതുപോലെ തന്നെ സൈനസ്, നീര് അതൊക്കെ മാറാനായിട്ട് നമ്മളിത് പുറമേയും ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചോട്ടിൽ പിടിക്കാതിരിക്കാനായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി ഇരിക്കണം. അതുപോലെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി മെമ്പർ ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തായിട്ട് ഒരു ബെല്ലൈക്കൺ വരും. അപ്പോൾ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾക്കായിരിക്കും അത് ആദ്യം കാണാൻ പറ്റുന്നത്. അങ്ങനെ അടുപ്പത്തിരിക്കുന്ന മരുന്ന് ഏകദേശം ഒന്ന് പകുതി വറ്റി വരുമ്പോഴേക്കും നമുക്ക് അരിപ്പൊടിയിൽ കുറച്ച് ഒന്നാം പാലും കൂടി ഒഴിച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഈ അരിപ്പൊടി നമുക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടും ചേർക്കാമായിരുന്നു. അത് ഒഴിവാക്കാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. എത്ര വെള്ളം നമ്മൾ കൂടുതലായിട്ട് ചേർക്കുന്നോ അത്രയും കൂടുതൽ നേരം നിന്നിട്ട് അത് വറ്റിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് വെള്ളം മാറ്റിയിട്ട് ഒന്നാം പാൽ മിക്സ് ചെയ്തത്. ഇനി ഇതിൻ്റെ മൂപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ദിവസത്തേക്കാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒന്ന് കുറുകി വരുമ്പോൾ, അതായത് വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങുന്ന സമയത്ത് നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. അതല്ല ഒരാഴ്ചത്തേക്കൊക്കെ വെച്ച് ഉപയോഗിക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ വെള്ളം പൂർണ്ണമായിട്ടും വറ്റിച്ച് നല്ലൊരു അലുവ പരുവത്തിന് നമ്മൾ ഇത് തയ്യാറാക്കിയെടുക്കണം. അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്ത സമയത്ത് കുറുക്കിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞായിരുന്നു. ഇപ്പോൾ വീണ്ടും കടുത്ത കളറിലേക്ക് ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് കാണാം ആ കറുത്ത കളറൊക്കെ ഒന്ന് മാറിയിട്ട് വീണ്ടും ഒരു ലൈറ്റ് ഗ്രീനിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇത് മൂത്ത് വരുന്നതനുസരിച്ച് ഇതിൻ്റെ കളറ് കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒന്നാം പാൽ ആഡ് ചെയ്ത് നന്നായിട്ട് കുറുകി വരുന്ന സമയത്ത്, അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെറിയ ചെറിയ ബബിൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യുടെ കാര്യം തീർത്തും ഓപ്ഷണലാണ്. ഇപ്പം വേണ്ടാന്നുള്ളവർക്ക് അത് പാടെ ഒഴിവാക്കിയിട്ട് നന്നായിട്ട് ഇത് വറ്റിച്ച് അങ്ങനെ തന്നെ ഉപയോഗിക്കാം. അതല്ല ചേർക്കാമെന്നുള്ളവർക്ക് ഒരു സ്പൂൺ നെയ്യും കൂടി ചേർത്താൽ കുറച്ച് ഹെൽത്തിയുമാണ്, കുറച്ചും കൂടി ടേസ്റ്റും ഉണ്ടാവും. ഈ നെയ്യും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ലാസ്റ്റ് സ്റ്റേജിലെത്തി. ഇനി ഇതിങ്ങനെ സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പാത്രത്തിൽ സ്റ്റിക്കി ആവാതെ ഏത് സമയത്താണോ ഇങ്ങനെ വിട്ട് വരുന്ന ഒരു പരുവത്തിലെത്തുന്നത് ആ സമയത്ത് ഇതിൻ്റെ മൂപ്പ് കംപ്ലീറ്റ് ആയെന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ലേഹ്യം തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മൾ 200 ഗ്രാം ഇല വെച്ച് തയ്യാറാക്കിയ ലേഹ്യം ഈ ഒരു ബൗളിലേക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്.
ഇത് ഒരു ദിവസം തന്നെ 2 നേരമായിട്ടോ അല്ലെങ്കിൽ 2 ദിവസമായിട്ടോ നമുക്കിത് കഴിച്ചു തീർക്കാവുന്നതാണ്. ഇനിയും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇനി ഇതിലും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.